ചിലവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നിൽക്കുന്നവരുണ്ട് ചിലപ്പോൾ. ഒരു 10ാം ക്ലാസ് വരെ ഒരു പ്രേമരോഗിയായിരുന്നു. ഒരു കോഴി ടൈപ്പാണോ? ചെറുതായിട്ട്. അത് പറഞ്ഞ കുറച്ചിലായാലും എന്ന് പറഞ്ഞിട്ടാണ് പ്രേമരോഗി എന്ന് കുറച്ച് ഇതാക്കി പറഞ്ഞത്. പുള്ളി ജസ്റ്റ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നപ്പോൾ പുള്ളിക്ക് ഇതേപോലെ ഒരു സെക്ഷലി ആയിട്ടുള്ളൊരു അപ്രോച്ച് നടന്നിട്ടുണ്ട്. സിനിമ സെറ്റിലൊന്നും അങ്ങനെ ചാൻസ് ചോദിച്ച് പോയിട്ടില്ല. ആകെ ഒരു തവണ പോയിട്ടുള്ളൂ. അത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഷെയിംഫുള്ളായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് സെറ്റിൽ. എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അമ്മ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് നല്ല അത്യാവശ്യം ഹേർട്ടായി. ഞാൻ അങ്ങനെ നിസ്സഹായനായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് ഹേർട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം. ഫെയിം സ്റ്റെപ്സിൻ്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ആരാണെന്ന് അറിയണ്ടേ? അതിന് മുന്നേ ഞാൻ ആരാണെന്ന് അറിയണ്ടേ? എൻ്റെ പേര് ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഒരുപാട് ആൾക്കാരെയൊക്കെ കുടുകൂടാ ചിരിപ്പിക്കുന്ന, ജസ്റ്റ് കുറച്ച് ടൈം കൊണ്ട് നമ്മളെ മൂഡ് തന്നെ മാറ്റുന്ന ഒരാളാണ്. ആരായിരിക്കും? ഇപ്പം തന്നെ ഏകദേശം ഒരുപാട് പേർക്ക് മനസ്സിലായി കാണും. നമ്മുടെ സ്വന്തം റോബിൻ മോനുവാണ്. ഹലോ. ഹായ്. ആദ്യം തന്നെ ഈ വൈൻസ് ഓഫ് മോനു എന്ന് പറയുമ്പം ഈ വൈൻസിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അത് ആക്ച്വലി ഞാൻ തുടങ്ങിയത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ എൻ്റെ പേര് ആക്ടർ മോനു ഒഫീഷ്യൽ എന്നാണ്. മോനു എന്നുള്ളത് എൻ്റെ നിക്നെയിമാണ്. എൻ്റെ ശരിക്കുള്ള പേര് റോബിൻ എന്നാണ്. അപ്പോൾ യൂട്യൂബിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, പുള്ളി ഇതേപോലെ ക്രിയേറ്റർ തന്നെയാണ്, അൺനോൺ വാഴ എന്ന് പറയും. അത് കേട്ടിട്ടുണ്ട്, നമ്മളെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, Q&A പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇൻസ്റ്റയിലും എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്ന് ചോദിച്ചു. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലിടുന്ന സെയിം വീഡിയോ തന്നെ ഇൻസ്റ്റയിൽ ഇടാനുള്ളൂ, അല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല. അപ്പോൾ അതിലൊരു പുതുമയില്ലല്ലോ. ഇപ്പോൾ യൂട്യൂബിലുള്ള എൻ്റെ ഫോളോവേഴ്സ് തന്നെയായിരിക്കും ഇൻസ്റ്റ കയറി നോക്കുന്നത്. അപ്പോൾ അവർക്കൊരു വെറൈറ്റി വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ എൻ്റെ വൈൻ വീഡിയോസ് ഒന്നും ഇടില്ലായിരുന്നു. ഡബ് സ്മാഷ് വീഡിയോസ് മാത്രമായിരുന്നു. ഞാൻ തുടങ്ങിയത് ഡബ് സ്മാഷിലായിരുന്നു. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇൻസ്റ്റയിൽ അത് മാത്രം പോസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് പുള്ളി പറഞ്ഞു ശരി എന്നാൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തോ. നമ്മളുടെ പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതായത് യൂട്യൂബിൽ വേറെ ഓഡിയൻസ് ആണ്, ഇൻസ്റ്റയിൽ വേറെ ഓഡിയൻസ് ആണ്. ഇൻസ്റ്റഗ്രാം തുടങ്ങാനായിട്ട് ഒരു പ്രചോദനം തന്നത് അൺനോൺ വാഴ ചേട്ടനാണല്ലേ? അതെ അതെ. അപ്പോൾ ആ ഐഡിയ എനിക്ക് തന്ന പുള്ളിയാണ്. അപ്പോൾ നീ സീരിയസ് ആയിട്ട് ഡബ് സ്മാഷ് എനിക്ക് ആക്ടിങ് മറ്റുള്ളവരെ കാണിക്കണം എന്ന് നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആക്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി അതങ്ങനെ അപ്ലോഡ് ചെയ്തോ, വൈൻ വീഡിയോസ് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ട് വൈൻസ് ഓഫ് മോനു എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ ഈ റോബിൻ മോനു എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് പേർക്ക് അറിയോ? ഇല്ല, എൻ്റെ റോബിൻ എന്നുള്ള പേര് അധികം ആർക്കും അറിയില്ല. എൻ്റെ മോനു എന്ന് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പറയേണ്ട, ക്ലൈമാക്സ് ഒന്നും പറയണ്ട എങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിട്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഫുൾ എന്ന് പറയുന്ന അതിൽ നമ്മൾ ജസ്റ്റ് ഒരു മാംഗോ ബൈറ്റ് കൊടുത്ത് അതിൽ തന്നെ അവസാനിക്കുന്ന ഒരു മ്യൂസിക്കൽ വീഡിയോ ആണല്ലേ അത്. സോ അപ്പം റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരികയാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം? അല്ലാതെ ഏറെക്കുറെ എൻ്റെ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് അപ്പം അതെന്തായാലും ഷെയർ ചെയ്തോളൂ. അല്ല, ഞാൻ സബ്സ്ക്രൈബേഴ്സിന് ഫോളോവേഴ്സിനൊക്കെ അറിയാനുള്ള ത്വര കൂടുതലാണ്. ടു ബി ഹോണസ്റ്റ്, ഞാൻ ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു 10ാം ക്ലാസ് വരെ ഒരു പ്രേമരോഗിയായിരുന്നു. അതായത് ഇമോഷണൽ ഫുൾ എന്നുള്ള വീഡിയോയിലെ പോലെ തന്നെ ലൈക്ക് ഒരു കോഴി ടൈപ്പാണോ? ചെറുതായിട്ട്. അത് പറഞ്ഞ കുറച്ചിലായാലും എന്ന് പറഞ്ഞിട്ടാണ് പ്രേമരോഗി എന്ന് കുറച്ച് ഇതാക്കി പറഞ്ഞത് പരിഷ്കാരത്തിൽ. സോ അങ്ങനെയായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ. ഇമോഷണൽ ഫുൾ എന്നുള്ള ആ മ്യൂസിക്കൽ വീഡിയോയിലെ ക്യാരക്ടറിനെ പോലെ തന്നെയായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാല ലൈഫൊക്കെ. ഓക്കെ, നമ്മൾ അത്രയും ഫീൽ ചെയ്ത് അയ്യോ പാവം ലാസ്റ്റ് ആകുമ്പോൾ നമ്മളത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണല്ലേ? അപ്പോൾ ഓക്കെ, ലൈക്ക് നമുക്കിപ്പോൾ ലൈഫിൽ വന്നിട്ട് ഒരാൾ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? ഇപ്പോൾ നമുക്ക് കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് പെൺപിള്ളേർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ചേട്ടൻ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ലൈക്ക് നമുക്ക് ക്രഷ് തോന്നി കൊള്ളാലോ പെൺകുട്ടി എന്ന് തോന്നിയ ഒരു സീരിയസ് ക്രഷ്? ഇതേപോലെ സ്കൂൾ ടൈമിലായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒരു സീരിയസ് ക്രഷ്. അത് പക്ഷേ പച്ച പിടിക്കാതെ പോയി. പ്രപ്പോസ് ചെയ്തു? അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു? ഇല്ല, പ്രപ്പോസും ചെയ്തില്ല. എനിക്ക് പേടിയായിരുന്നു. നല്ല ആളിനറിയായിരുന്നോ? ലൈക്ക് നമ്മുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കും അത് നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഈ നമ്മളെ എപ്പോഴും വള്ളി പിടിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എൻ്റെ പേര് വിളിക്കും, ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എൻ്റെ പേര് വിളിക്കും. അങ്ങനെ വെറുപ്പിച്ച് അത് അങ്ങനെ തീർന്നു. അറിയാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ റീൽ സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തിടെ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ മാത്രമല്ല, നമുക്ക് അത്യാവശ്യം ചില വീഡിയോസ് കാണുമ്പോൾ ഡബിൾ മീനിങ് തോന്നാറുണ്ട്. അപ്പം അതിൽ ആൾക്കാർ നെഗറ്റീവായിട്ട് ഇടാറുണ്ട്. നമ്മുടെ പുഷ്പലത ഇതൊക്കെ എങ്ങനെ കിട്ടണു, സ്പോട്ടിൻ്റെ എന്തോരം കോമഡി കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് റീലാണ്, അതിലെന്തോരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ ചിരിപ്പിക്കണം അല്ലേ, നിങ്ങളൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസ് അതിലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റീനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി പറയുന്നുണ്ട്. അതായത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. അതിൽ ലൈക്ക് പറയുന്നത് ലാസ്റ്റ് ഒരു ഡോക്ടറും ഹോസ്പിറ്റൽ ഒരു സെറ്റപ്പാണല്ലോ, റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പം കുട്ടി പെണ്ണാണെങ്കിൽ മഴ എന്നായിരുന്നു പേര് കണ്ടുവച്ചിരുന്നത്, പക്ഷെ ആൺകുട്ടിയായിപ്പോയി. പക്ഷെ അവിടെ ഡോക്ടർ നമ്മളെ രക്ഷിച്ചു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കിൾക്കൊടിക്ക് പകരം കട്ട് ചെയ്ത് വേറെ ആയതുകൊണ്ട് ഓക്കെ പെൺകുട്ടിയാണ്, അതുകൊണ്ട് മഴ എന്ന് പറയുമ്പോൾ വില്ലും കൂടി ചേർത്ത് മഴവില്ലെന്ന് ഇട്ടോളൂ എന്ന് പറയുന്നുണ്ട്. അതിന് ഒരു കൂട്ടം ആൾക്കാർ നല്ല നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റീനെ പറയുന്നത് അപ്പോൾ ഇത്ര കണ്ടന്റ് ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്യണോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒന്നിനും എതിരായിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. നമ്മളൊക്കെ ക്രിയേറ്റേഴ്സാണ്. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, ഒരുപാട് ക്രിയേറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് അവരുടെ കമൻറ്റ് ബോക്സ് ഫുള്ള്, അതായത് ഒരു കൂട്ടം ആളുകൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരിക്കും, മറ്റൊരു കൂട്ടം ആളുകൾ ഈവൻ റീച്ചിന് വേണ്ടിയിട്ട് ഡബിൾ മീനിങ് അടിക്കുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കും. എനിക്കും അതേപോലെ കുറേ പേര് പറയാറുണ്ട് എൻ്റെ ഫുള്ള് ഡബിൾ മീനിങ് ആണ്, എൻ്റെ വീഡിയോ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ ആയി പോവുകയാണ്. കാരണം ഇപ്പോഴത്തെ ഓഡിയൻസിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ്. ഈ വീഡിയോ നമ്മളുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ അത് നമ്മളൊരു കമ്പനി ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന പോലെയാണ്. പണ്ട് എന്ന് വെച്ചാൽ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് വേറെയാണ്. അപ്പോൾ കമ്പനി ആ ടൈപ്പുള്ള പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യുള്ളൂ. ഈ കാലത്ത് പണ്ടത്തെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്താൽ ഓടില്ല, വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് പോവുള്ളൂ. അപ്പോൾ അത് നഷ്ടമായിരിക്കും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇതായിട്ട് ആ പ്രോഡക്ട്സിനെ മാറ്റും. അതേപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ചെയ്യണത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് നെഗറ്റീവായിട്ടൊന്നും വരണമെന്ന് ആഗ്രഹിക്കില്ല, മാക്സിമം അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. ചെറിയ ചെറിയ ഡബിൾ മീനിങ് കോമഡീസ് ആഡ് ചെയ്യും സംഭവം, എന്നാലേ അത് ക്ലിക്ക് ആവത്തുള്ളൂ. കാരണം നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഫീസ് കാര്യങ്ങൾ, വീട്ടിലുള്ള ചിലവുകൾ, ബാക്കി ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം എൻ്റെ ചിലവുകളെല്ലാം നടന്നു പോകുന്നത് എൻ്റെ വീഡിയോയിലൂടെയുള്ള പ്രൊമോഷൻസ് ആയാലും അല്ലെങ്കിൽ യൂട്യൂബ് റവന്യൂ കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നിലനിന്ന് പോകണമല്ലോ, ആരെയും ഹേർട്ട് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമല്ല അല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? അല്ല, ഇപ്പോൾ ഡബിൾ മീനിങ് ആണെങ്കിൽ പോലും ഞാൻ വീഡിയോ ഇടുന്നതിനേക്കാളും കൂടുതൽ കോണ്ടൻറ്റ്സ് എനിക്ക് കിട്ടും കുറച്ചും കൂടെ ഡബിൾ മീനിങ് ആയിട്ട്. ബട്ട് ഞാൻ തന്നെ ആലോചിച്ചിട്ട് ഇത്രയ്ക്ക് വേണ്ട, നമുക്ക് തന്നെ ഒരു മനസ്സോടെയാണ് അപ്ലോഡ് ചെയ്യുക. ബട്ട് നമ്മളുടെ അവസ്ഥ അതാണ്, നമ്മളുടെ അക്കൗണ്ട് റീച്ച് നിലനിൽക്കണം എന്ന് വെച്ച് എന്ത് കാണിച്ചിട്ടും റീച്ച് നിലനിർത്തണം എന്നല്ല. ബട്ട് ഞാൻ കൂടുതലൊന്നും ആഡ് ചെയ്യില്ല ഇടയ്ക്ക്. അതായത് പ്യുവർ കോമഡി വീഡിയോസ് ആഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ റീച്ച് കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി റീച്ച് ഉണ്ടെങ്കിലേ പ്രൊമോഷൻ വർക്ക്സ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ റീച്ച് കൂടുതലാണ് ഇങ്ങനത്തെ ചെറിയ എന്തെങ്കിലും ഡബിൾ മീനിങ്സ് ആഡ് ചെയ്യുമ്പോൾ. കാരണം അതിന് ഷെയർ കൂടുതലാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എല്ലാവരുടെ ഫ്രണ്ട്സും ഇങ്ങനെയുള്ളതേ ഷെയർ ചെയ്യുള്ളൂ. പ്യുവർ കോമഡി ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ബട്ട് അവർക്കൊരു റീച്ച് ഉണ്ട്, അവരുടെ ഓഡിയൻസ് അതാണ് വെയിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഓഡിയൻസിന് ഇതാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. ഈ നെഗറ്റീവ് വരുന്നത് പുതിയതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണ്. ഓക്കെ, അപ്പോൾ ഫാമിലീനെ കുറിച്ച് പറഞ്ഞല്ലോ. ഏതൊരു പ്രായത്തിലാണ്, ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഇത്ര വയസ്സിൽ ഓക്കെ എനിക്കിങ്ങനെ ചെയ്താൽ കൊള്ളാം, മീഡിയയിലോട്ട് പോയാൽ കൊള്ളാം, എൻ്റെ ടേസ്റ്റ് ഇതാണ്, എൻ്റെ ഫീൽഡ് ഇതാണ്, അങ്ങനെയൊക്കെ തോന്നിയൊരു നിമിഷം ഏതായിരുന്നു? അങ്ങനെ സിനിമ എന്നുള്ളത്, അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ അതേപോലെ സ്കൂളിൽ ഇങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്പ് പോലെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും, നാടകത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സ്കൂളിൽ ഞാൻ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു, സകലകലാ വല്ലഭനായിരുന്നു സ്കൂളിൽ. അപ്പോൾ പാട്ട് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്കൂൾ ടൈം കഴിഞ്ഞു, പിന്നീട് അതൊക്കെ വിട്ടു. ബട്ട് നല്ല ആക്ടിങ് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സിനിമ നന്നായിട്ട് കാണുമായിരുന്നു, സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചേട്ടനാണ് എന്നെ സിനിമ പ്രാന്തനാക്കിയത്. ചേട്ടൻ എപ്പോഴും സിനിമ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനും കൂടെ ഇരുന്ന് കണ്ട് സിനിമകൾ ഇഷ്ടമായി. പിന്നെ ഒരു പ്ലസ് ടു ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് ടിക്ടോക്കൊക്കെ ചെയ്യും. ടിക്ടോക്കൊക്കെ അന്ന് നല്ല റീച്ചായി നിൽക്കുന്ന ടൈമിൽ ടിക്ടോക്കൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് ഒന്ന് റീച്ചായി വരുമ്പോഴേക്കും ടിക്ടോക്ക് ബാൻ ചെയ്തു. പിന്നീടാണ് റീൽസ് സ്റ്റാർട്ട് ചെയ്തത്. റീൽസ് ഞാൻ ഇതേപോലെ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു, പിന്നെ വീടിൻ്റെ അവിടെയുള്ള ചേട്ടന്മാരുടെ കൂടെയൊക്കെ ചേർന്ന് ചെയ്യുമായിരുന്നു. പിന്നീട് അവർക്ക് ജോലി തിരക്കുന്നൊക്കെ ആയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഡബ് സ്മാഷ് ആയിരുന്നു.
ഡബ് സ്മാഷ് ചെയ്ത് നമുക്ക് ഏതൊരു കാര്യം ഒരുപാട് ചെയ്യുമ്പോൾ ഒരു ചെറിയ മടുപ്പ് തോന്നും, പുതിയ എന്തെങ്കിലും നോക്കാൻ തോന്നും. അങ്ങനെയാണ് വൈൻ വീഡിയോസ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്തത്. അത് ട്രൈ ചെയ്ത് കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. ആദ്യത്തെ വീഡിയോസൊക്കെ സത്യം പറഞ്ഞാൽ വൻ പരാജയമായിരുന്നു. പിന്നീട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാസ്റ്ററാവും അങ്ങനെ. അതെ. അപ്പോൾ നമുക്ക് ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്ത സമയത്ത് ആ ടൈമിൽ നമ്മുടെ ഏജിലും വ്യത്യാസം ഉണ്ടല്ലോ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ വേണ്ടായിരുന്നു ചെയ്ത് ട്രോള് വാങ്ങിക്കണ്ടായിരുന്നു എന്ന് തോന്നിയൊരു വീഡിയോ ഉണ്ടോ? ലൈക്ക് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് എന്ത് വെറുപ്പീരാടാ നീ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ച വീഡിയോ ഏതെങ്കിലും? അന്നത്തെ ടൈം നമ്മളെല്ലാവരും ക്രിഞ്ചായിരുന്നു. ടിക്ടോക്കിന്റെ ടൈമിൽ എല്ലാവരും ഒരേ വൈബായിരുന്നു. അപ്പോൾ അന്ന് കളിയാക്കലൊന്നുമില്ല. ഇന്ന് പക്ഷേ ഇപ്പൊ ടിക്ടോക്ക് ഇല്ലല്ലോ അവിടെ, അതുകൊണ്ടൊരു സമാധാനം. വീഡിയോ ഒന്നും ടിക്ടോക്ക് നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുമല്ലോ, പഴയ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുമല്ലോ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ. പറ്റും. പക്ഷേ ഫ്രണ്ട്സിന് അറിയാത്തടത്തോളം കാലം സേഫ് ആയിട്ടിരിക്കുന്നു. സേഫ് ആണ് എങ്കിലും അത് കുത്തിപ്പൊക്കിക്കൊണ്ടൊക്കെ വരാറുണ്ട്. പല നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഇപ്പോൾ എയറിൽ നിൽക്കുന്നുണ്ട് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ മൂവിയുടെ കാര്യം പറഞ്ഞല്ലോ. മൂവിയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല പുരുഷന്മാരുടെ കാര്യത്തിലും ഇപ്പതേ ഈ കഴിഞ്ഞ ദിവസം സീനായിട്ട് എയറിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റോബിന് വന്നിട്ട് മൂവി ഫീൽഡാണ് ഇഷ്ടം. അങ്ങനെ നോക്കുന്നുള്ള ഒരു വ്യക്തിക്ക് എന്തായാലും ഒരു അനുഭവം കാണും, എന്തേലും ഒക്കെ പറയാൻ കാണും. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടോ? ഇല്ല, എനിക്കിങ്ങനെ പേഴ്സണലി അബ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സിനിമ സെറ്റിലൊന്നും അങ്ങനെ ചാൻസ് ചോദിച്ച് പോയിട്ടില്ല. ആകെ ഒരു തവണ പോയിട്ടുള്ളൂ. അത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഷെയിംഫുള്ളായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് സെറ്റിൽ. അതായത് ആ ഇൻസിഡൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് യൂട്യൂബ് അത്യാവശ്യം റീച്ചായി. അപ്പോൾ ഞാൻ സിനിമയുടെ നടൻ്റെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷൂട്ടിങ്. എനിക്ക് വീടിൻ്റെ അടുത്ത് ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് എനിക്ക് എല്ലാം സിനിമയാണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര ഞാൻ എപ്പോഴും എങ്ങനെ ഇനി അടുത്ത് എന്ത് ചെയ്താലാണ് സിനിമയിലേക്ക് എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീടിൻ്റെ അടുത്തൊരു ഷൂട്ട് വരിക എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പോയി നിന്നു. പിറ്റേ ദിവസം ഇതേപോലെ നിന്നു. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ചേട്ടന്മാർ തന്നെ വെറുതെ അവിടെ ഇരിക്കുന്നവരോടും നായകനോടെ ഉണ്ടായിരുന്നു, ആളുടെ കൂടെയുള്ള മാനേജറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് ചേട്ടാ ഇവൻ യൂട്യൂബറൊക്കെയാണ് കേട്ടോ, സിനിമയിലൊക്കെ എടുക്കുമെന്ന് വെച്ച് ജസ്റ്റ് കളിയാക്കുന്ന പോലെ പറഞ്ഞു. അപ്പോൾ അവർ കാര്യമായിട്ട് നോക്കിയിട്ട് എന്നെ അടുത്തോട്ട് വിളിച്ചു, എൻ്റെ ചാനൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ നായകൻ ഇമ്പ്രസ്സായി. ഐ മീൻ ചെയ്യുന്നുണ്ടല്ലോ, വർക്ക്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഡയറക്ടറോട് പോയി സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡയറക്ടറോട് പോയി സംസാരിക്കാൻ പോയി. അവിടെ അത്യാവശ്യം പുള്ളി തിരക്കിൽ നിൽക്കുകയായിരുന്നു. അത് ശരിയാണ്, പുള്ളിയുടെ തിരക്കാണ്. സിനിമ എന്ന് വെച്ചാൽ അത്രയും ടെൻഷൻ അടിക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ കുറേ നേരം കാത്തു നിന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടറുടെ അടുത്ത് തന്നെ. അപ്പോൾ ഡയറക്ടർ അവിടെ തിരക്കിലാണ്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഡയറക്ടറോട് പറഞ്ഞപ്പോൾ പുള്ളിയോട് സംസാരിച്ചാൽ മതി വന്നു. അപ്പോൾ പുള്ളിയെ അങ്ങോട്ട് നടക്കുന്നതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു തവണ പോയപ്പോൾ മാറിക്ക് ഇവിടെ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുമല്ലോ, അങ്ങനെ മാറിക്ക് പറഞ്ഞ് മാറി നിന്ന് കുറേ നേരം. പിന്നെയും പുള്ളി ഫ്രീ ആയെന്ന് കാണുമ്പോഴാണ് ഞാൻ പോകുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ പോകില്ല. ഫ്രീ ആയി നിൽക്കുന്നതെന്ന് കാണുമ്പോഴും പുള്ളി സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തി. ലാസ്റ്റ് ഒരു 2-3 തവണ അപ്രോച്ച് ചെയ്ത് 4-മത്തെ തവണ പുള്ളി വെറുപ്പിച്ച പോലെ നമ്പർ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി. അത് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അമ്മ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് നല്ല അത്യാവശ്യം ഹേർട്ടായി. ഞാൻ അങ്ങനെ എന്താ നിസ്സഹായനായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് ഹേർട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടൊരു ചാൻസിന് വേണ്ടി പോകുമ്പോൾ ആദ്യം തന്നെ ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. അതെ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവായിട്ട് ബാധിച്ചില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയത് തന്നെ എടുക്കാന്ന് പറഞ്ഞാൽ അതിലൊരു രസമില്ലല്ലോ. ഇപ്പം നമ്മൾ ഒഴിവാക്കിയത് കൊണ്ടാണല്ലോ തിരിച്ച് സിനിമയിൽ കയറണം എന്നുള്ളൊരു കുറച്ചും കൂടെ ഒരു പവർ കിട്ടും. അത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കിട്ടാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. യെസ്, അതത്രേ ഉള്ളൂ. ആ വെയിറ്റിംഗ് പീരീഡാണ് അതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അതെ, അതിനൊരു രസമുള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ Q&Aയിൽ കണ്ടൊരു കാര്യമാണ് സൂര്യ ഫാനാണ്. അതെ, ആക്ടിങ് ഫീൽഡിൽ ഇത്രയും പേരുണ്ടായിട്ടും സൂര്യ ഫാൻ ആവാൻ കൃത്യമായിട്ടുള്ളൊരു കാരണം കാണുമല്ലോ. ആക്ടിങ് തന്നെയാണ് മെയിൻ കാരണം, ആക്ടിങ് തന്നെയാണ്. അതെ, പിന്നെ നല്ല മനുഷ്യനാണ്. സോ എൻ്റെ ചേട്ടൻ സൂര്യ ഫാൻ, അതാ പറഞ്ഞു, ചേട്ടൻ്റെ നിന്നാണ് എനിക്ക് ഈ ഭ്രാന്തുകളൊക്കെ കിട്ടിയത്. എല്ലാം ചേട്ടൻ എന്ത് ചെയ്യുന്നോ മൂവി കാണുന്നു ചേട്ടൻ്റെ ഇഷ്ടമായതുകൊണ്ട് ഞാനും ഇപ്പോൾ സൂര്യ ഫാനാണ്, ചേട്ടൻ ഇഷ്ടമാണ്. സ്വന്തമായിട്ട് എന്താണ് അല്ല, അവിടെ നിന്നാണ് ഇത് കിട്ടിയത്. പിന്നീട് ബാക്കിയുള്ളതൊക്കെ സ്വന്തമാണ്. ഓക്കെ, അതായത് കുട്ടിക്കാലം മുതലേ ഓക്കെ ചേട്ടന് ഈ ഒരു നമുക്ക് ആ ഒരു സിനിമ കണ്ട് അങ്ങനെയൊക്കെ പോകെ ഇഷ്ടമായതാണ്. ഓക്കെ, നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്?
അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരാളല്ല ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആസ് ഐ നമ്മളിപ്പോൾ അഭിനയിച്ചിട്ടില്ല എങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കിത് കേൾക്കുമ്പോൾ ഇത് കുറച്ചുകൂടി മുന്നേ എടുക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു കാര്യം വർഷങ്ങൾക്ക് മുന്നേ വന്നൊരു റിപ്പോർട്ടാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം കാണുമല്ലോ. അത് എല്ലാവരും പറയുന്ന പോലെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസ്ഥ ആരും ചൂഷണം ചെയ്യരുത്. ഇപ്പം ഞാനാണെങ്കിലും വേറെ ഏതാളാണെന്നുണ്ടെങ്കിലും സിനിമ എന്നൊക്കെ പറയുന്നത് മറ്റുള്ള പ്രൊഫഷൻസിനേക്കാളും അല്ലെങ്കിൽ പാഷനേക്കാളും കുറച്ചും കൂടെ ഹൈ ഇമോഷണലായിട്ടുള്ളൊരു സംഭവമാണ്. അതൊരു ഫീലാണ്. ഇപ്പോൾ തിയേറ്ററിലൊക്കെ നമ്മളിങ്ങനെ വരുന്നു, അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സിനിമ എന്നുള്ള ഫീൽഡിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള അവസ്ഥ വളരെ വളരെ പെയിൻഫുള്ളാണ്. എൻ്റെ പരിചയത്തിൽ തന്നെ ഒരാൾക്ക് ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതും നടൻ്റെ പേരോ അല്ലെങ്കിൽ പുള്ളിയുടെ പേരോ ഒന്നും പറയുന്നില്ല. പുള്ളി ജസ്റ്റ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നപ്പോൾ പുള്ളിക്കും ഇതേപോലെ ഒരു സെക്ഷലി ആയിട്ടുള്ളൊരു അപ്രോച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ മോശം തന്നെയാണ്. നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് പേര് അങ്ങനെ കാണും, ഉണ്ടാവും. പലരും പറയാറില്ല. ആ ഒരു അവസ്ഥ മാറട്ടെ അല്ലേ? എന്തായാലും മാറും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ എല്ലാം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് റീച്ചൊക്കെ ആയി കഴിയുമ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വരാറുണ്ട്. ആ സമയത്ത് ആദ്യമായിട്ട് ഫീൽ ചെയ്തത് എന്താണ്? ലൈക്ക് വന്നൊരാൾ വന്നപ്പം എന്നെ അറിയാവോ എന്നൊക്കെ 4 പേര് നമ്മളെ അറിഞ്ഞു തുടങ്ങി എന്നുള്ളൊരു ഇത് മനസ്സിലായപ്പോൾ ഉണ്ടായ ഫീൽ. അത് ഞാൻ ഈ ക്രിയേറ്റിംഗ് ഫീൽഡ് തുടങ്ങിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സംഭവമാണ്. വീഡിയോ എടുക്കാൻ തുടങ്ങിയ ടൈമിൽ ആഗ്രഹിച്ചിരുന്ന സംഭവങ്ങളാണ്. ഒന്ന് മെയിനായിട്ടൊന്ന് ഇതേപോലെ പുറത്തു പോയ 4 പേരെങ്കിലും തിരിച്ചറിയണം, വന്ന അഭിപ്രായം പറയണം, നന്നായിട്ടുണ്ട് വീഡിയോസൊക്കെ കൊള്ളാമെന്ന് അഭിപ്രായം പറയണം, സെൽഫി എടുക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതേപോലെ ഇൻ്റർവ്യൂ കിട്ടുക എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നടക്കുമ്പോൾ വലിയ സന്തോഷം തന്നെ. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞു ചേട്ടാ ഞാൻ 1K സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ ഉള്ളൊരു ആളാണ്, എനിക്കൊന്ന് റിപ്ലൈ ചെയ്താന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്, അതിന് ഒരുപാട് ലൈക്കും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അവരോട് സ്നേഹം മാത്രമേ തന്നെ ഉള്ളൂ, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ മാക്സിമം എൻ്റെ വീഡിയോസിന് വരുന്ന കമൻറ്റ്സിനെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട്. കാരണം അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അവർ കണ്ട് ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു. അപ്പം നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലാദ്യം വരുന്ന നമ്മുടെ ആദ്യം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന ചിലർ കാണും. നമ്മുടെ വളർച്ച കണ്ടിട്ട് വന്ന് നമ്മളുമായിട്ട് പരിചയം ആവുന്നതല്ല, അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് തൊട്ടേ ചെയ്യുമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചൊരു സാധാരണ ഫോളോവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ, ആരെക്കുറിച്ചാണ് പറയാനുള്ളത്? എനിക്ക് മെയിനായിട്ട് എൻ്റെ അമ്മയെ പറയണം സപ്പോർട്ടീവ് ആയതിന്. അതെ, അമ്മയാണ് സപ്പോർട്ട് എന്ന് നമ്മുടെ യൂട്യൂബിൽ Q&Aയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെൻ്റെ കസിൻ ചേട്ടൻ ശരൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവാണ്. വീഡിയോ ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ തന്നെ നീ അത് ഞാൻ അതേപോലെ തന്നെ ആൽവിൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, ഇവിടെ തന്നെയാണ്, കൊച്ചി തന്നെയാണ്. ആ ചേട്ടനോട് സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞാൻ മെയിൻലി ഞാനിപ്പോൾ ഈ ലെവലിൽ എത്തി നിൽക്കുന്നതിനൊരു ഇപ്പോൾ അതിൻ്റെ ഒരു അടിത്തറ കണക്കാക്കി അതിൽ മെയിനായിട്ടുള്ളൊരു കല്ലാണ് ആ ചേട്ടൻ. അതായത് ഞാൻ തുടക്കത്തിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോ ആ ചേട്ടനാണ് സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുള്ളിയുടെ അഭിപ്രായം ചോദിക്കും. പുള്ളി ഒബ്വിയസ്ലി അവർക്ക് തിരക്കുണ്ടാവും, ഓരോ ജോലികളുണ്ടാവും, പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ വീഡിയോ ഫുള്ള് കണ്ട ശേഷം പുള്ളി ഫുൾ അഭിപ്രായം പറയും. ആ ഭാഗത്ത് നന്നായിട്ടുണ്ടായിരുന്നു, ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു, ഇത് കുറച്ച് ഇതായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ നന്നല്ലാത്ത റീഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ റീഷൂട്ട് ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായമായിരിക്കും പുള്ളിയുടെ. അപ്പോൾ അതെന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവനെ എല്ലായ്പ്പോഴും തുടക്കത്തിൽ വീഡിയോ ഇട്ട് തുടങ്ങിയ ടൈം ഫുള്ള് എൻ്റെ വീഡിയോസ് എല്ലാം പുള്ളിക്ക് അയച്ച ശേഷം പുള്ളിയുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ. പുള്ളി ഇതേപോലെ ഞാൻ മെൻ്റലി തുടക്കത്തിൽ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് റീച്ച് കിട്ടുന്നില്ല, എന്ത് ചെയ്തിട്ടും റീച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോഴൊക്കെ നല്ല രീതിയിൽ മെൻ്റലി ഡൗൺ ആവും. അപ്പോഴൊക്കെ ആ ചേട്ടനാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. പുള്ളിയോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടെ താങ്ക്സ് പറഞ്ഞു ക്യാമറ നോക്കിയിട്ട്. പുള്ളിയെ വിളിച്ചാലോ? പുള്ളി വിളിച്ച് താങ്ക്സ് പറഞ്ഞാലോ? അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയില്ലേ? ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയില്ലേ? സ്പീക്കറിലിട്ട
ഹലോ ഹലോ ചേട്ടാ, ഫ്രീ അല്ലേ? ഒരു കാര്യം പറയാനായിരുന്നു. ആ, താങ്ക് യു. ഇവിടെ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമ്മളുടെ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടനെ പറ്റി പറഞ്ഞു. അപ്പോൾ കൈയോടെ വിളിച്ചൊരു താങ്ക്സ് പറയണമെന്ന് തോന്നി. അല്ല, ഞാൻ പറയായിരുന്നു, ഞാൻ തുടക്കത്തിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാ വീഡിയോസും ചേട്ടനെ അയച്ചിട്ട് ചേട്ടൻ്റെ അഭിപ്രായം കേട്ട ശേഷമല്ലേ അപ്ലോഡ് ചെയ്യുള്ളൂ. അതൊക്കെ പറയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും കുറച്ചും ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാം, എനിക്ക് വേണ്ടി ടൈം കണ്ടെത്തിയതിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിനും മോട്ടിവേറ്റ് ചെയ്തതിനൊക്കെ താങ്ക് യു എന്ന്. പക്ഷെ അതല്ലല്ലോ കാര്യം, ചേട്ടനുണ്ടല്ലോ. പറയാം. ഓക്കെ, ശരി. അപ്പൊ ആൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് അല്ലേ? ആ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം സപ്പോർട്ടാണ്, റോബിന്റെ വളർച്ച എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ അല്ലേ? സ്വന്തം അനിയനെ പോലെ കണ്ട്. ഇപ്പൊ ഞാനിപ്പോ റീസെന്റ് ഞാൻ മുംബൈയിൽ മറ്റേ മ്യൂസിക്കൽ വീഡിയോന്റെ ഇതൊക്കെ ആയിട്ട് പോയപ്പോൾ പോലും അതൊക്കെ ആയിട്ട് പോയപ്പോൾ പോലും എൻ്റെ ആ ഗ്രോത്ത് കാണുമ്പോൾ പുള്ളി സ്റ്റോറിക്കും സ്റ്റാറ്റസിനൊക്കെ റിപ്ലൈ തരും, കീപ് ഗോയിങ്, ഇതല്ല ഇതിലും മുകളിൽ എത്തേണ്ടതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എൻ്റെ തുടക്കം തൊട്ട് ഞാൻ ഒന്നുമല്ലാതിരുന്നപ്പോൾ തൊട്ട് ഇതുവരെ ഈക്വലി ഒരേപോലെയാണ് പുള്ളി പെരുമാറിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഇല്ലേ, ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ലൈക്ക് നമ്മുടെ ഏജ് അനുസരിച്ച് നമ്മുടെ സ്റ്റൈലും മാറും. ഓരോരുത്തരെ നമ്മൾ റോൾ മോഡലൊക്കെ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? സൂര്യ സാറിനെ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഡ്രസ്സ് കണ്ടിട്ട് നമ്മുടെ ടൊവിനോയുടെയൊക്കെ നമ്മളിപ്പം ഏറ്റവും ശ്രദ്ധിക്കുന്ന കോസ്റ്റ്യൂമൊക്കെ ആണല്ലേ. അപ്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അവരുടെ ഡ്രസ്സ് കൊള്ളാം, പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ്, എങ്കിലും അതേപോലെ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും? ഇല്ല, ആക്ച്വലി ഡ്രസ്സ് ഫാഷനും ഞാനും തമ്മിൽ ഈ അകലത്തിൽ നിൽക്കുകയാണ്. അതായത് ഞാൻ ഫാഷൻ ഒട്ടും ശ്രദ്ധിക്കാറില്ല, ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ല, ഹെയർ കെയർ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. അതേപോലെ തന്നെ ഫാഷനും കോസ്റ്റ്യൂം അതിലൊന്നും ഞാൻ വലിയ ശ്രദ്ധ വെക്കാറില്ല, ഇനി വെക്കണം. ഓക്കെ. അപ്പോൾ കുറേ കുഞ്ഞു കുട്ടികൾക്ക് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 15 വയസ്സ് 19 വയസ്സ് ആ ഒരു ഏജിൻ്റെ അകത്തുള്ളവരാണ് കൂടുതലും വീഡിയോസ് കാണുന്നതല്ലേ. വലിയ ആൾക്കാരും കാണാറുണ്ട്, കമൻസ് ഒക്കെ ഇട്ട് നമ്മൾ കണ്ടതാണ്. ഒരു 18 to 25. ഓക്കെ. അപ്പോൾ ആ ഒരു ടൈപ്പിൽ പിള്ളേർക്കൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാനുണ്ടോ? ടിപ്പ് എന്ന് വെച്ചാൽ മെയിൻ കൺസിസ്റ്റൻസിയാണ്. നമ്മൾ എത്ര ചെയ്യുന്നു, എത്ര അളവിൽ ചെയ്യുന്നു എന്നല്ല, എത്ര തവണ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഏതൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ വളരെ പരിതാപകരമായിട്ടായിരിക്കും തുടങ്ങുക, പക്ഷെ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തായാലും ഷുവറായിട്ട് റിസൾട്ട് ഉണ്ടാവും. മെയിൻ കാര്യം കൺസിസ്റ്റൻസിയാണ്. പിന്നെ നമ്മളെപ്പോഴും നോക്കേണ്ടത് മറ്റുള്ളവർ നമ്മുടെ ഓപ്പോസിറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ, ഇപ്പോൾ ഒരു എന്നെ കണ്ട് വീഡിയോ ഇടാൻ തുടങ്ങുന്ന ഒരു പുള്ളിയാണെന്ന് വെച്ചോ, അപ്പോൾ പുള്ളിക്ക് കമ്പാരിസൺ ആയിരിക്കും എൻ്റെ റീച്ചും പുള്ളിയുടെ റീച്ചും. ചില പുള്ളി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ, ബട്ട് ഒരു 20 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് തോന്നും ഞാൻ ഇത്രയൊക്കെ വീഡിയോ ഇട്ടില്ലേ, എന്നിട്ടും എൻ്റെ റീച്ച് നോക്കി ചിലപ്പോൾ 1000 വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ ടോട്ടൽ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ കമ്പാരിസണൊക്കെ ഉണ്ടാവും. അതൊരിക്കലും പാടില്ല. നമ്മൾ ആകെ കമ്പയർ ചെയ്യേണ്ടത് ഇന്നലത്തെ നമ്മളെയായിട്ടാണ്. ഞാനിപ്പോഴും എപ്പോഴും ചെയ്യുന്ന അതാണ്. ഇന്നലെ ഞാൻ എവിടെയാണോ അവിടെയല്ല ഞാൻ ഇന്ന്, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് ഞാൻ മുകളിലോട്ട് വന്നു, അത്ര അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ കൊണ്ടുപോകണം. പേഷ്യൻസ് മൂന്നാമത്തെ കാര്യം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഏകദേശം ഒരു എത്ര വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റീച്ച് കിട്ടി തുടങ്ങിയത്? റീച്ച് കിട്ടി തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ ടിക്ടോക്ക് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-500 വീഡിയോ എങ്കിലും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഫസ്റ്റ് ടിക്ടോക്കിൽ ഒരുപാട് വീഡിയോ ചെയ്തു, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തു, ടീമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ചെയ്തു, ഒറ്റയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ചെയ്തു. അതും കഴിഞ്ഞ് വൈൻ വീഡിയോസ് ചെയ്തു തുടങ്ങി. അതും ഒരു 10-40 എണ്ണം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടാണ് റീച്ച് തുടങ്ങിയത്. ഓക്കെ. നമ്മൾ ഈ കണ്ടതാണ്, അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പ് വേണം. അതിപ്പോൾ മോട്ടിവേഷനൊക്കെ തരാൻ നമുക്ക് പറ്റും, അതൊരു വലിയ ഘടകമാണ്. എങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു ക്യാമറ പിടിച്ച് തരാനോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് നമ്മൾ എടുത്ത ആൾക്കാരുടെ മുന്നിൽ ഇടുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനോ അവരുടെ അനുഭവം പറഞ്ഞു തരാനോ അങ്ങനെ ഒന്നും ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? എല്ലാ ദിവസവും വീഡിയോ
വീഡിയോ ഇടുന്നുണ്ട്. ആ. അപ്പൊ എങ്ങനെയാണ് ഈ കണ്ടന്റ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണത്? അത് ഒന്നാമത് ശീലം കൊണ്ട് തന്നെയാണ്. ഒറ്റയ്ക്ക് എടുത്ത് ശീലിച്ച് തുടങ്ങിയത് കൊണ്ട് പിന്നീട് അതങ്ങനെ ലൈഫിൻ്റെ ഭാഗമായതാണ്. ഇപ്പോൾ പോലും എനിക്ക് ടീമായിട്ട് നിൽക്കുമ്പോൾ സ്പോട്ടിലൊന്നും പറയാൻ കിട്ടില്ല. ഞാൻ വീഡിയോ ഇടുന്നതൊക്കെ ഒറ്റയ്ക്ക് നടന്ന് ആലോചിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പോൾ ടീമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 പേരുള്ള ഒരു ടീമാണെന്നുണ്ടെങ്കിൽ 4 പേരുടെയും കോൺട്രിബ്യൂഷൻ ആ വീഡിയോയിലുണ്ടാവും. ഞാനാവുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ആലോചിച്ച് ആദ്യം ഒരു 2-3 കൗണ്ടർ ആലോചിക്കും, പിന്നെ അത് കണക്ട് ചെയ്യാവുന്ന ഒരു ത്രെഡ് ആലോചിക്കും, പിന്നീട് ഒരു ക്ലൈമാക്സ് ആലോചിക്കും, അങ്ങനെ വീഡിയോ ആക്കും, അങ്ങനെ എടുക്കും റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡ് വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ കസിനോട് വിളിച്ച് കാര്യം പറഞ്ഞല്ലോ. അല്ല, ഇത് കസിനല്ല, ഇത് ആ ചേട്ടനാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് ഇത്രയും ഫോളോവേഴ്സൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300+ ഫോളോവേഴ്സൊക്കെ വരുന്നത് വലിയ കാര്യമാണ് അല്ലേ? നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് നമ്മുടെ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടെന്ന് പറഞ്ഞു. അമ്മേനോട് എന്താ പറയാനുള്ളത്? അമ്മയോട് അമ്മ എന്തായാലും ഇത് കാണുമല്ലോ. കാണും, ഷുവറായിട്ടും കാണും. അമ്മയോട് താങ്ക് യു തന്നെയാണ് പറയാനുള്ളത്. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ പലരുടെയും ഫാമിലിയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് അധികം സപ്പോർട്ട് കൊടുക്കാറില്ല. കാരണം പഠിത്തമാണ് മെയിൻ. അവർ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതാണെങ്കിൽ പോലും ഫീസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ശ്രദ്ധ പഠിത്തത്തിൽ വേണം. പിന്നെ ജോലി എന്ന് വെച്ചാൽ ഇപ്പോഴാണ് കോണ്ടൻറ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായിട്ട് ആളുകൾ കൊണ്ടുപോകാൻ തുടങ്ങിയത്. ഇതിന് മുമ്പ് വരെ അതൊരു ജോലിയല്ല, അത് ജസ്റ്റ് എന്തോ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നു എന്നുള്ള മൈൻഡാണ്. അപ്പോൾ ആ ലെവലിലോട്ട് പോകരുത്. ജോലി എന്ന് പറഞ്ഞൊരു ജോലി വേണം. അതുകൊണ്ട് പഠിത്തം മാത്രം ചെയ്യുക. പഠിത്തം കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോൾ മാത്രം 1-2 വീഡിയോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ചോദിക്കുക, മെയിനായിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും ആദ്യം ചോദിക്കുക വീട്ടിൽ സപ്പോർട്ടാണോ എന്ന്. കാരണം അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. അവരെൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുമോ, അപ്പോൾ എൻ്റെ അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു തുടങ്ങുമ്പോൾ തൊട്ട് ഇതുവരെയും. ഞാൻ എന്നെ സ്ക്രീനിൽ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, എന്നെക്കാളും ആഗ്രഹിക്കുന്ന വ്യക്തി എൻ്റെ അമ്മയാണ്. അതെ, ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു വീട്ടിലറിയാതെയൊക്കെ ഓഡിഷൻസിനൊക്കെ പോകുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലോട്ട് എങ്ങനെയെങ്കിലും കയറാൻ നോക്കുന്നുണ്ട്. വീട്ടിലൊക്കെ ഇത് നടന്നിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞ് അത്രയും ശ്രമിക്കുന്ന കഴിവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടോ? പുറത്തോട്ട് ഞാൻ റീസെൻ്റ്ലിയാണ് മുംബൈയിലോട്ട് പോയ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മുംബൈയിലോട്ട് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഇപ്പോൾ ഈ ആൽബം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് മെസ്സേജ് ഇതിൻ്റെ ഡയറക്ടർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനതൊന്നും കണ്ടില്ല. പിന്നീട് എങ്ങനെയോ പുള്ളിക്ക് എൻ്റെ നമ്പർ കിട്ടിയിട്ട് എന്നെ വേറൊരാളെ കാസ്റ്റ് ചെയ്യാന്നുള്ള മൈൻഡ് വരെ എത്തിയിട്ട് എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടിയിട്ട് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ഹിന്ദി ആൽബമാണ്. എങ്ങനെ മലയാളികൾ അധികം ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പിന്നെ ആ പ്ലോട്ടും ഒക്കെ കേട്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് ഞാനത് ചെയ്തു. ആ ആൽബം എടുക്കുമ്പോൾ ഞങ്ങളും വിചാരിച്ചില്ല ഇത് ഇത്രയ്ക്ക്, ഒന്നാമത് ഇപ്പോൾ സക്സസ് ആയി, ഇപ്പോൾ 1 million+ വ്യൂസ് ആയി. പിന്നെ ഇത്രയ്ക്ക് വലിയൊരു പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചില്ല. അപ്പോൾ ആൽബം എടുത്തു കഴിഞ്ഞു, വീട്ടിലോട്ട് വന്നു. ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇതേപോലെ മുംബൈയിൽ തിയേറ്ററിൽ ആൽബത്തിൻ്റെ സ്ക്രീനിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചു. അപ്പോൾ എനിക്ക് പോകണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ സ്വന്തം ചിലവിൽ തന്നെ പോകണം. പൈസ അല്ല വിഷയം, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകണം. അതായത് നമുക്ക് അറിയാത്ത നാടാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്ക് പൊതുവെ ഞാൻ കുട്ടിയാണ്, പുറത്തോട്ട് വിടാനൊക്കെ നല്ല പേടിയാണ്. ഇപ്പോൾ തന്നെ കൊച്ചിയിലോട്ട് വിടാൻ തുടങ്ങിയത് ഈ അടുത്തായിട്ടാണ്, ധൈര്യത്തോടെ. അപ്പോൾ അതുകൊണ്ട് അവർ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്കും മനസ്സിലായി അവരുടെ ടെൻഷൻ, നമുക്ക് മനസ്സിലായി. അപ്പോൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, നമുക്ക് അവർ പറഞ്ഞു വീഡിയോ കോൺഫറൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു, വിട്ടു. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോകണം എന്നുള്ളത്, പോകാൻ പറ്റാത്തതിലൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും കാര്യമില്ല എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ കുറച്ചുകൂടെ ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ജോമിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ നിൻ്റെ പെർഫോമൻസൊക്കെ അവർ കണ്ടിട്ട് നല്ല രീതിയിൽ ഇമ്പ്രസ്സായി. അപ്പോൾ നിൻ്റെ അടുത്തും അതേപോലെ ആക്ട്രസും കീർത്തന ചേച്ചിയും അപ്പോൾ നിങ്ങൾ 2 പേരും എന്തായാലും വരണം എന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത് ഫുള്ള് സെറ്റ്, അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മളെ ഇങ്ങനെ ഗസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ വിളിക്കുക, അതും മുംബൈയിലോട്ട് അതും തിയേറ്ററിൽ സ്ക്രീനിങ് ചെയ്യുക എന്നുള്ള രീതിയിൽ വിളിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ മുംബൈയിലോട്ട് പോയപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ പരിപാടികളെന്ന് വെച്ചാൽ, അവിടെ ഈ ആൽബം എന്നൊക്കെ വെച്ചാൽ നമ്മളുടെ നാട്ടിൽ സിനിമയ്ക്കുള്ള പ്രൊമോഷൻ പോലെയാണ് അവിടെ. നമ്മൾ പോയി നിൽക്കുമ്പോൾ അതേപോലെ നമ്മുടെ ബൈറ്റ്സ് എടുക്കുന്നു, പിന്നെ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നു, അവർ തിയേറ്ററിൽ സ്ക്രീനിങ് ചെയ്യുന്നു, അതിനുശേഷം സ്റ്റേജിലോട്ട് വിളിക്കുന്നു, നമ്മുടെ അഭിപ്രായം പറയുന്നു, കൂടെ ഡാൻസ് കളിപ്പിക്കുന്നു.
അത് ഇപ്പോൾ കൂടെ അഭിനയിച്ച കീർത്തന ചേച്ചി മൂവിയിലൊക്കെ ഉള്ള ചേച്ചിയാണ്. പക്ഷെ ആ ചേച്ചി പോലും പറയുന്നത് മീൻസ് നമ്മുടെ നാട്ടിൽ സിനിമയ്ക്കുള്ളതിനേക്കാളും ഒരു പരിപാടിയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ആൽബത്തിന് വേണ്ടിയിട്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനന്ന് തിയേറ്ററിലിരുന്ന് കരഞ്ഞു എൻ്റെ ഇത് കണ്ടിട്ട്. കാരണം ബിഗ് സ്ക്രീനിൽ എന്നെ കാണാമെന്ന് വെച്ചാൽ അത് എൻ്റെ ഡ്രീം തന്നെയാണ്. ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് സിനിമയാണ്, ബട്ട് അതും ബിഗ് സ്ക്രീൻ തന്നെയാണല്ലോ. അപ്പോൾ അതിൽ കണ്ടു തുടങ്ങിയപ്പോൾ കാഷ്വലി ഇങ്ങനെ കണ്ടുവരുന്നു. പക്ഷേ ചുറ്റും ആൾക്കാർ കയ്യടിയും ചിരിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അവർ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തനിയെ കണ്ണിന്ന് വെള്ളമൊക്കെ വന്ന് മൊത്തം സീനായിരുന്നു. ആണല്ലേ. ഇപ്പം നമ്മൾ മുംബൈയിൽ പോയി ഈ ഒരു വീഡിയോ സോങ്ങിന് മുന്നേ ആയിട്ട് എപ്പോഴാണ് ടി വിയിൽ വന്നത്? ടി വിയിൽ ഞാൻ ബമ്പർച്ചിരിയിൽ വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ബമ്പർച്ചിരിയിൽ ഞാൻ 3 സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ടെലികാസ്റ്റ് ആയി, ഇനി ഒരെണ്ണം ടെലികാസ്റ്റ് ആകാനുണ്ട്. അപ്പം അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഒരുപാട് കഴിവുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരു വേദിയാണല്ലേ. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പോകാനിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും നല്ല ആഗ്രഹം ഉണ്ടാവും. എൻ്റെ അടുത്ത് പലരും, ഞാൻ പോയതിനു ശേഷം പലരും എന്നോട് വിളിച്ചിട്ട് ഇത് എങ്ങനെയാണ് പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് അത് സാധാരണക്കാർക്ക് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു ഷോ ബമ്പർച്ചിരി തന്നെയാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ സ്കിറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും പോവുക. അതൊക്കെ നമ്മൾ ശരിക്കും അതും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്റ്റേജ് പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോകാൻ നോക്കുക മാക്സിമം. അത് ഏത് സാധാരണക്കാർക്ക് വേണമെങ്കിലും പോവാം. ഇപ്പോൾ ഞാൻ പോയത് എൻ്റെ കൂടെയുള്ള അനീറ്റി ചേച്ചിയുടെ കൂടെ പോയതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി. അപ്പോൾ നമ്മൾ ഈ ബമ്പർച്ചിരി എന്ന് പറയുമ്പോൾ സിനിമയിലേക്കോ അല്ലെങ്കിൽ അതേപോലുള്ള മറ്റു പരിപാടികൾക്കൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും പോവുക, പറ്റും. അതെ, ഞാൻ യൂട്യൂബിൽ കണ്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ചേട്ടാ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന് എന്താണ് പ്രതികരിക്കാനുള്ളത്? ഒരു ഫാൻസ് ഒക്കെ അവരുടെ അഭിപ്രായം പറയാണ്, ലൈക്ക് ചെയ്യരുത്, ഷേവ് ചെയ്യുന്നതാണ് നല്ലത്, വളർത്തരുത് മീശ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ അങ്ങനെ ഷേവ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അപ്പം ഞാൻ അപ്പോൾ അവർ കമൻ്റ് ഇടുമ്പോഴൊക്കെ ഞാൻ പോസിറ്റീവ്ലി റെസ്പോണ്ട് ചെയ്യും. പിന്നീട് ഞാനത് അങ്ങനെ അവർക്കിഷ്ടം അതാണ്. അപ്പോൾ അവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഓക്കെ ചെയ്യാം അല്ലെങ്കിൽ ഓക്കെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യും. ഇതൊക്കെ അവർ കാണുന്നുണ്ട് കേട്ടോ, ചുമ്മാ തള്ളി വിടുന്നതാണെന്ന് പറയും. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പം ഇപ്പോൾ ഗേൾസൊക്കെ ഫാൻസ് ഒരുപാട് വരുന്ന സമയത്ത് നമുക്ക് ഈ ബെസ്റ്റ് ഉണ്ടല്ലോ, ഈ കാലത്ത് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. അപ്പം അങ്ങനത്തെ ടൈപ്പ് ആരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ബെസ്റ്റ് ടൈപ്പായിട്ട്? എനിക്കോ? ഇല്ല. പണിയായിട്ട് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് അയ്യോ ഇത് ആരുടെ പറയാൻ കൊള്ളില്ല, ഇതൊക്കെ പുറത്തെറിഞ്ഞാൽ എങ്ങനെയായിരിക്കും. പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ അത് ഓർക്കുമ്പോൾ നല്ല ചിരി വരുന്ന ഒരു തമാശയുള്ളൊരു കാര്യം എന്താണ്? അന്ന് ഗൗരവമായിരുന്നു, പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ കോമഡി ആയിട്ടുള്ള ഒരു ഐറ്റം. ഇത് കാണുന്ന പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അമ്മയുടെ ഫോൺ എടുത്ത് അമർത്തി കളിച്ച് ലോക്കായിപ്പോയി. അന്ന് നല്ല രീതിയിൽ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. ഫോണൊക്കെ ഒളിപ്പിച്ച് വെച്ച് ഞാൻ ഒന്നും അറിയാത്ത പോലെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല രീതിയിൽ പേടിച്ച്. സംഭവം അത് വലിയ പണിയൊന്നുമില്ല, അവർക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ നമുക്കത് അറിയില്ലല്ലോ കുട്ടിയായിരിക്കുമ്പോൾ. അങ്ങനെ നല്ല രീതിയിൽ ടെൻഷനൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ പണിയാണ്. ആണ്, വേറെ ഒന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല? ലൈക്ക് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ കുസൃതി ഒപ്പിച്ചിട്ട് പിന്നെ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും പറഞ്ഞു ചിരിക്കാറുള്ള കാര്യങ്ങളൊക്കെ? ഇല്ല, അത് ഇല്ല. അങ്ങനെ അന്ന് സീരിയസ് ആയിട്ട് ഇന്നിപ്പോ ഫണ്ണിയായിട്ട്, അന്നേ ഫുള്ള് ഫണ്ണിയായിരുന്നു. അല്ല, എന്തോ ഉണ്ട്. ഞാൻ കമന്റിൽ വായിച്ചതാണ് കേട്ടോ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ താല്പര്യമുള്ള കാര്യമാണ്. ഇതോ? അതെ. ഇല്ല, അങ്ങനെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർത്തിട്ടൊന്നും കിട്ടുന്നില്ല. ഓക്കെ, പിന്നെ ഈ ഓഡിഷനൊക്കെ പോയി നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ ലൊക്കേഷനിൽ പോയപ്പോൾ ഉള്ളൊരു അനുഭവം പറഞ്ഞു. അതുപോലെ എന്തേലും ഇപ്പം നമുക്ക് ഈ ചിരിപ്പിക്കുക അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? ഇത്രയും നാളായിട്ട് ഫോളോവേഴ്സിനും അറിഞ്ഞുവിടാ, യൂട്യൂബേഴ്സിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാത്ത എന്തെങ്കിലും കഴിവ്? ലൈക്ക് പാട്ടൊക്കെ പാടാറുണ്ടോ? ഇല്ല, പാട്ട് പാടാറില്ല.
വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രം പാടും. പാടും. അത് നമ്മൾ ഈ ബാത്റൂമിൽ തുറന്നിട്ട് അല്ലെങ്കിൽ മിക്സി ഓൺ ആക്കുന്ന സമയത്ത് അതുപോലെയാണോ അതോ വീട്ടിലിരുന്ന് കാഷ്വലായിട്ട് പാടാറുണ്ട്? വീട്ടിൽ ഇല്ല, എനിക്ക് അങ്ങനെ പാട്ടിനോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എല്ലാവരും പാടുന്നത് പോലെ ജസ്റ്റ് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പാട്ട് പാടാവോ? എന്തെങ്കിലും സജഷൻ? ഇല്ല, അങ്ങനെയില്ല, ഇഷ്ടമുള്ളതായിക്കോട്ടെ. എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ 15 സെക്കൻഡ് കൊണ്ടൊക്കെ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ആളല്ലേ, അപ്പോൾ നമുക്കൊരു പാട്ട് പാടി ചിരിപ്പിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവിയിലെ സോങ് ആയാലും മതി. അയ്യോ, എന്തെങ്കിലും പറഞ്ഞ എനിക്കിങ്ങനെ പെട്ടെന്ന് ചോദിച്ചൊന്നും ഇങ്ങനെ കിട്ടത്തില്ല. അത് സോങ് ഏതെങ്കിലും പറ്റുമോ? വാഴയുടെ സോങ് ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ പഠിച്ചാണല്ലോ മുന്നേ ഇറങ്ങി നല്ല ഹിറ്റ് ആയിട്ടുള്ള പാട്ട് ഏതെങ്കിലും പഠിച്ചതുണ്ടാവല്ലോ. കടുവായേക്കിടു പിടിക്കുന്നേ, അത് മതിയോ? മതി മതി, അത് ഇന്ദ്രിയത്തോടും പാടി ഇതാക്കിയതല്ലേ. ഓക്കെ, അത് ലൈക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാടാം. റൊമാൻറ്റിക് ആണെങ്കിലും ഗേൾസ് ഒക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് കേൾക്കാനായിട്ട്. അയ്യോ, അത് ഏതെങ്കിലും ഒരു പാട്ട് പറയണം, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. തമിഴ്, ഹിന്ദി, മലയാളം ഏതായിരിക്കും ഏറ്റവും? മലയാളം മതി. പക്ഷെ നമ്മളുണ്ടല്ലോ, നമ്മളിപ്പോൾ റോബിൻ മോനുവിനെ കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു നമുക്ക് ചിരി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എത്ര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നമ്മൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ ആളുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ചിരി വരും നമുക്ക്. ഒരുപാട് പേര് അത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ല സെഡ് അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ, നിങ്ങളെ വീഡിയോ പൊളിയാണ്, കാണുമ്പോഴത്തേക്കും ഒരു മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട് എന്ന് പറയാം. അപ്പം നമ്മൾ അവർ പ്രതീക്ഷിക്കുന്നതും ചിരിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. പാട്ടല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് ഇതാണ്. പലവിടെയും പോകുമ്പോൾ പെട്ടെന്നൊരു കൗണ്ടർ പറയും എന്നൊക്കെ പറയും, ഞാനാകെ ടെൻഷനാവും. എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി ആലോചിച്ച് കൗണ്ടറൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മ്യൂസിക് സോങ്ങിന് ശേഷം വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. അത് റിലീസായിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയ്ക്ക് 1 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്, 27K പ്ലസ് ലൈക്ക് ആയിട്ടുണ്ട്. ഒരുപാട് കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയോ? അതിൽ കൂടുതൽ ആരുടെ ഫാൻസ് ആണെന്നറിയോ കമന്റ് ഇട്ടിരിക്കുന്നത്? റോബിൻ മോനു ഫാൻസ് കേരള എന്നൊക്കെ പറയാം, ഒരുപാട് കമന്റ്സ് കിടപ്പുണ്ട്. അതിൽ കൂടുതലും ഗേൾസ് ഉണ്ട്, കൊച്ചു പിള്ളേരൊക്കെ നല്ല ഫാൻ. അവരാണ് ആ ഒരു ഏജ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അത് യൂട്യൂബില് എൻ്റെ ഓഡിയൻസ് എന്ന് വെച്ചാൽ കുട്ടികളാണ്. യൂട്യൂബില് കുട്ടികളാണ് ഓഡിയൻസ്. ഇൻസ്റ്റയിലാവുമ്പോഴാണ് നമ്മളുടെ ഏജ് തൊട്ട് ഒരു 25-30 വരെയുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡബിൾ മീനിങ് സംഭവങ്ങൾ, അത് ഈ സംഭവം യൂട്യൂബിലിട്ടാൽ നല്ല നെഗറ്റീവ് വരും. അതിലെ ഓഡിയൻസ് കുട്ടികളാണ്. അപ്പോൾ അതെനിക്കും തോന്നും, കാരണം അവർ നമ്മൾ കാരണം ഒന്നും പഠിക്കരുത്, നമ്മൾ തെറ്റായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ സെയിം കോണ്ടന്റ് തന്നെ ഈ ഡബിൾ മീനിങ് ഡയലോഗ്സ് ഒഴിവാക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, ഇത് വെച്ചിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും. അതായത് നമുക്ക് സമൂഹത്തിൻ്റെ തെറ്റായൊരു ഇത് കൊടുക്കണമെന്ന് ഒരു ഇൻറ്റൻഷനും ഇല്ല. ഓക്കെ, ഇത്രയും നാളായിട്ട് ആരെങ്കിലും വന്ന് ഭയങ്കര ഫാനാണ്, കടുത്ത ആരാധകനാണ്, ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആയിട്ടുള്ള ആ ഒരാളുടെ പേരും പറയണം കേട്ടോ, ഓർത്ത് വെച്ചിട്ട് അത്രയും ഓർത്തിരിക്കുന്ന ഒരാൾ. അയ്യോ, സബ്സ്ക്രൈബർ ആവാം, ഫോളോവർ ആവാം, വീട്ടിനടുത്തുള്ള ആരെങ്കിലും ആവാം, എവിടെയെങ്കിലും പോയപ്പോൾ. അത് ഒരുപാട് പേരെ കണ്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് പേരെങ്കിലും നമ്മൾ അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതാരും ആയിക്കോട്ടെ, പക്ഷെ വീട്ടിലുള്ള ആരെയും പറയണ്ട കേട്ടോ, കസിൻ, ചേട്ടൻ, അമ്മ, അച്ഛൻ, അങ്ങനെയൊന്നും ഇല്ലാണ്ട് എപ്പോഴും മൈൻഡിൽ നിൽക്കുന്ന ഒരാൾ, ആ ഒരാളുടെ ഫേസ് ഉണ്ട്. ഒരു സാധാരണ ആളാണ്, നമുക്കത്ര പരിചയമില്ലാത്ത, എന്നാൽ ചെയ്ത കഴിവുകളിലൂടെ കിട്ടിയ ഒരാൾ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആരും അങ്ങനെ ഓവർ എക്സ്പ്രസ് ചെയ്യാറില്ല, പക്ഷെ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നി. അല്ല, നേരിട്ട് വരുമ്പോൾ ആരും അങ്ങനെ, പലരും ഷോക്കാവാറുണ്ട്. അവർ പേരെനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മ കിട്ടില്ല, അതന്നെ പറഞ്ഞു, പേര് കിട്ടില്ല. ഇപ്പോൾ ചിലവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നിൽക്കുന്നവരുണ്ട് ചിലപ്പോൾ. ഞാൻ തള്ളുകയല്ല, അത് ശരിക്കും നടന്നിട്ടുള്ള സംഭവമാണ്. ചിലവിടെയൊക്കെ പോകുമ്പോൾ അതായത് സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളവർക്ക് പോലും, വീടിൻ്റെ അവിടെ ഉള്ള, അപ്പോൾ കോട്ടായി എന്നാണ് എൻ്റെ സ്ഥലപ്പേര്, അപ്പോൾ കോട്ടായിലുള്ള പലർക്കും ഞാൻ കോട്ടായിലാണെന്ന് അറിയില്ല. അപ്പോൾ അവരാദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ വീട് ഇവിടെയെന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കില്ല ശരിക്കും എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സ്
ഞാൻ അവരുടെ ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാമിലിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഈ റിലേറ്റീവ്സ്, ചില ആൾക്കാർ, നാട്ടുകാർ, നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് ചെറുക്കന് വേറെ പണിയൊന്നുമില്ല, എന്തിനാണ് ചുമ്മാ വീഡിയോസ് ഇടുന്നത്? ആ സമയത്ത് നമ്മൾ വൈറലായി കാണില്ല, തുടക്കം മുതലേ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. പേരൊന്നും പറയണ്ട, ആരാന്നും പറയണ്ട, പക്ഷെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാവോ? നെഗറ്റീവ് അത് സ്വാഭാവികമായിട്ട് വരുന്നത് തന്നെയാണ്. അതായത് എല്ലാവരുടെയും മൈൻഡ് എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നത് വെറുതെ സമയം കളയാനും. അങ്ങനെ പറയുന്ന ആൾക്കാരോടുള്ള മറുപടിയും കൂടി പറയണം കേട്ടോ. അങ്ങനെ പറയുന്ന ആൾക്കാരോടെന്ന് വെച്ചാൽ അത് ഓരോരുത്തരെ പോലെ ഇരിക്കും. ചിലവരുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവും, അതായത് അവർ ഒന്നിലും ഉറച്ചു നിൽക്കില്ല. ചിലപ്പോൾ അവർ കുറച്ച് വീഡിയോ എടുക്കും, ചിലപ്പോൾ വ്ളോഗ് എടുക്കും, ചിലപ്പോൾ അവർ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് കാണിക്കും, ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കും. അങ്ങനെ വഴുതി പോകുന്നവരുണ്ട്. അവരോട് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ പാഷൻ ആദ്യം കണ്ടുപിടിക്കുക. ഒരാൾ എപ്പോൾ ആളുടെ പാഷൻ ഫിക്സ് ചെയ്യുന്നോ അപ്പോൾ തൊട്ട് അവർ ലൈഫിൽ മെച്യൂറായി തുടങ്ങും, സീരിയസ് ആയി തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. ചിലവരെ കാണുമ്പോൾ തന്നെ അറിയാം അവർ അത്രയും പാഷനേറ്റ് ആണ് ആ സംഭവത്തിൽ എന്നുള്ളത്. അവരോട് ദയവേത് നെഗറ്റീവ് അടിക്കാതിരിക്കുക. കാരണം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നെഗറ്റീവ് അടിക്കുന്നവർക്ക് അവർക്ക് വേണ്ട പ്രോപ്പർട്ടീസ് വാങ്ങിക്കൊടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ പിന്നെ നെഗറ്റീവ് അടിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നോ കമന്റ്സ് ആണ്. നോ കമന്റ്സ് കാര്യമാണ്. നമ്മൾ നെഗറ്റീവ് വരുമ്പോൾ, ഞാൻ തുടക്കത്തിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുമായിരുന്നു നെഗറ്റീവ് അടിക്കുമ്പോൾ. അപ്പോൾ പിന്നീട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ ഞാൻ ലൈക്ക് ചെയ്ത് വിടും. കാരണം ഞാൻ കണ്ടിട്ടും റിപ്ലൈ ചെയ്യാത്തതാണ്. കാരണം അവർ അതിൻ്റെ ഒന്നും റിപ്ലൈ അർഹിക്കുന്നില്ല. മുമ്പ് ഒരിക്കൽ എനിക്ക് ഇതേപോലെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിരുന്നു, അതിൽ ഡബിൾ മീനിങ്ങോ ഒന്നുമില്ല, നല്ലൊരു നോർമൽ വീഡിയോ ആയിരുന്നു, അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ വീഡിയോയിൽ ഒരാൾ ഇതേപോലെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടു. തുടക്ക ടൈമിലായതുകൊണ്ട് എനിക്കത് നല്ല ട്രിഗറായ പോലെയായി. അപ്പോൾ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, എന്താണ് ബ്രോ പ്രശ്നം, എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ഇടാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പോയി നെഗറ്റീവ് കമൻറ്റ് ഇടും, അത് എൻ്റെ ഒരു സമാധാനമാണ്. ആളെന്നിട്ട് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുക, നീ നല്ല എത്തൂടാതെ നീ കീപ് ഗോയിങ്, പക്ഷേ ഇത് എൻ്റെ ശീലമാണ് എന്ന്. ആൾക്ക് അങ്ങനെ ഇട്ടില്ലെങ്കിൽ സമാധാനമില്ല. അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുണ്ട്. അപ്പം നെഗറ്റീവ് കമൻറ്റ് ഒന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരാളുടെ കമൻറ്റ് കണ്ടാൽ മനസ്സിലാവും അത് നെഗറ്റീവാണോ അതോ നമ്മളുടെ വീഡിയോയിലുള്ള നെഗറ്റീവ് പറയുകയാണോ എന്ന്. നെഗറ്റീവ് കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടുക. നമ്മളുടെ വീഡിയോയിലുള്ള നെഗറ്റീവ് പറയുന്ന കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താൻ നോക്കുക. എത്ര വലിയ ക്രിയേറ്റർ ആണെങ്കിലും ചെറിയ ക്രിയേറ്റർ ആണെങ്കിലും അത് ചില ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് അത്യാവശ്യം ബോഡി ഷെയ്മിങ് വീഡിയോസ് വരാറുണ്ട്. അതേപോലെ ഒരു എന്താ പറയുക, റേസിസം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ടൈപ്പ് കോമഡീസ് ഉപയോഗിക്കാറുണ്ട്. ഒരാളുടെ ഡിസേബിലിറ്റി വെച്ച് കോമഡീസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനത്തെ വീഡിയോ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒബ്വിയസ്ലി നെഗറ്റീവ് കമൻറ്റ് വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തിരുത്തുക. അത് ക്രിയേറ്റേഴ്സിന് വേണ്ടി പറയുന്നു. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് പറയാനുള്ളത് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അതെ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ഗേൾസ് ഫോളോവേഴ്സൊക്കെ അത്യാവശ്യം റീച്ചുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ കോണ്ടാക്റ്റിൽ. അപ്പോൾ ആരെങ്കിലും അവരുടെ ഒരു അനുഭവം, ആളുടെ പേരൊന്നും പറയണ്ട കേട്ടോ, കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പറയണ്ട. അപ്പോൾ അവർ നെഗറ്റീവ്, ഇപ്പം നമുക്കറിയാം ഒരുപാട് പെൺപിള്ളേരെ നമ്മൾ കമൻസ് ഇട്ട് അവരെ വേദനിപ്പിച്ച് ട്രോമയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, സൂയിസൈഡ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ആണുങ്ങൾക്കിടയിലും ഉണ്ട്. അപ്പം അങ്ങനെ അത്രയും വേദനിപ്പിച്ചൊരു കമൻറ്റ് ഉണ്ടോ? എന്നെയോ? അതെ. എന്നെ വേദനിപ്പിച്ച കമൻറ്റ് ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ മെയിൻലി എൻ്റെ കമൻറ്റ്സ് ശ്രദ്ധിക്കാറില്ല, നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടാൽ വേറെ ആരെങ്കിലുമൊക്കെ അതിന് റെസ്പോണ്ട് ചെയ്തു. പിന്നെ അവർ തമ്മിൽ തന്നെ ആയിക്കോളൂ. ഒരു ടീം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഒരു ടീം എന്നെ ഹേറ്റ് ചെയ്യുന്നവർ, അവർ തമ്മിൽ അടി ആയിക്കോളൂ. ഞാൻ എൻ്റെ പണി നോക്കി വീഡിയോ ഇട്ട് അങ്ങനെ പോയിക്കോളൂ. എന്നെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന പോലെ കമൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെയെങ്കിലും ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ, ലൈക്ക് ബ്രോ എന്നെ ഇത്രയും ഇതാക്കുന്നുണ്ട്, ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും എന്തേലും? അതെൻ്റെ പരിചയത്തിലുള്ള ഒരു പയ്യൻ ഇതേപോലെ, ഞാൻ അവൻ്റെ വീട്ടിലൊട്ടും സപ്പോർട്ടല്ല. അവൻ തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത ഫോണിലാണ് ചെയ്യുന്നത്. പിന്നെ അവൻ്റെ ആക്ടിങ് തുടക്കമായതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ അവന് നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ പറയുമായിരുന്നു, എനിക്ക് കമൻ്റ് ഒന്നും എടുക്കുക, എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നാമത് എൻ്റെ വീട്ടിൽ സപ്പോർട്ടില്ല. പിന്നെ വീഡിയോ അവർ വീട്ടുകാരെ അറിയാതെ വീഡിയോ എടുത്തിട്ട ഫ്രണ്ട്സ് ഫുള്ള് നെഗറ്റീവാണ്. ഇപ്പോൾ അവനെ നിർത്തി. അങ്ങനെ പലരുടെയും ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ ഇതായി പോകുന്നുണ്ട്, എത്താതെ പോകുന്നുണ്ട്. ഈ ബമ്പർ സീരിയൽ പോയ സമയത്ത് ഫസ്റ്റ് നല്ല
അടിപൊളിയായിട്ട് എല്ലാവരും ചിരിച്ചു. പിന്നെ ഒരു പ്രാവശ്യം പോയപ്പോൾ അതിൽ ആള് റീൽസ് ചെയ്യുമ്പോഴാണ് സീനായിട്ടുള്ളതെന്ന് പറഞ്ഞ് ഒരുപാട് കമൻസ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ള? ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോയി നിന്ന് നമുക്കേ അത് അനുഭവിച്ചത് അറിയൂലേ. അപ്പം അങ്ങനെ കമൻസ് ഇടുന്നവരോട് എന്താ പറയാനുള്ളത്? അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അതെ, അതാണ് സംഭവം. ഫസ്റ്റത്തെ സ്കിറ്റ് നല്ല രീതിയിൽ ക്ലിക്കായി. സെക്കൻഡ് സ്കിറ്റ് ഞാൻ എൻ്റെ റീൽസിലുള്ള അത്യാവശ്യം ഡയലോഗ്സൊക്കെ വെച്ചിട്ടാണ് സെക്കൻഡ് സ്കിറ്റ് കൊണ്ടുപോയത്. തേർഡ് സ്കിറ്റ് ഇനി വരാൻ പോകുന്നുണ്ട്. അത് ഫസ്റ്റത്തെ സ്കിറ്റിനേക്കാളും അടിപൊളി സ്കിറ്റാണ്. അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ അപ്പോൾ സെക്കൻഡ് സ്കിറ്റിൽ അത്യാവശ്യം നെഗറ്റീവ് വരാൻ തുടങ്ങി. അതായത് ഒന്നാമത് എൻ്റെ റീൽസിലുള്ള ഞാൻ വേറെ ആരുടെയല്ല കോപ്പി അടിച്ചത്, എൻ്റെ ഇവിടെ ഉപയോഗിച്ച ഡയലോഗ് തന്നെ. അതായത് എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിലിടുന്ന വീഡിയോ തന്നെ ഇൻസ്റ്റയിലിടുന്ന വീഡിയോത്തെ ഡയലോഗ് തന്നെ എടുത്ത് അവിടെ കൊണ്ടുപോയിടുന്നു. ആ മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ കാണുന്നവർക്ക് അത് എന്തോ അരോചകമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ള ടൈപ്പിൽ ഫീൽ ചെയ്തപ്പോൾ അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ഇടരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോ 1,00,000 പേര് കണ്ടു കഴിഞ്ഞാൽ അതേ കൗണ്ടർ അല്ലെങ്കിൽ അതേ കോമഡി വീഡിയോ ഉപയോഗിച്ച് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഒരു 3,00,000 പേര് കാണുമായിരിക്കും. അപ്പോൾ ഈ 2,00,000 പേരിലേക്ക് കൂടുതൽ എൻ്റെ വീഡിയോ എത്തി. അപ്പോൾ അതിപ്പോൾ ഈ ബമ്പർച്ചിരി പോലെ വലിയൊരു പ്രോഗ്രാമിൽ ഞാൻ വരുമ്പോൾ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അവരൊന്നും എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ റീൽസിലുള്ള കൗണ്ടേഴ്സ് ബമ്പർച്ചിരിയിൽ കൊണ്ടുപോയി യൂസ് ചെയ്യുന്നത്. അതും നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൽ കമൻ്റായിട്ട് വരുമല്ലോ, ചില ഡയലോഗ്സൊക്കെ കമൻ്റായിട്ട് കുറേ പേരിടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ കൗണ്ടർ ക്ലിക്കായിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ തിരഞ്ഞു പിടിച്ചിട്ടാണ് ഞാൻ സെക്കൻഡ് സ്കിറ്റിൽ കൊണ്ടുപോയി ഇട്ടത്. പക്ഷേ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻ്റ് ഇട്ടവർ പറഞ്ഞതെന്താണെന്ന്, ഇത് റീൽസിലേ വർക്കാവുള്ളൂ, സ്റ്റേജിൽ വർക്കാവില്ല എന്നാണ്. അത് സത്യം പറഞ്ഞാൽ ശരിയായ കാര്യമാണ്. അതായത് നമ്മൾ റീൽസായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ടേക്ക് വരാം, റീടേക്ക് വരാം. അതേപോലെ എഡിറ്റ് ചെയ്യുമ്പോൾ മ്യൂസിക് വെക്കുമ്പോൾ മൊത്തത്തിൽ ആ ഒരു മൂഡേ വേറെയാണ്. അപ്പോൾ നമുക്ക് ഓർത്ത് ചിരി. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൗണ്ടർ മിസ്സായി, നമുക്കൊന്ന് റിപ്പീറ്റ് അടിച്ച് കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ സ്റ്റേജിൽ ലൈവ് പെർഫോമൻസ് നടത്തുമ്പോൾ അത് നടക്കില്ല. അപ്പോൾ എങ്ങനെ ചെറിയ ടൈമിംഗ് എങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് പോയതാണ്. അങ്ങനെ മുങ്ങിപ്പോയതാണ് രണ്ടാമത്തെ സ്കിറ്റ്. അത് അങ്ങനെ വർക്കായില്ല. ആണല്ലേ? അപ്പോൾ എന്തായാലും അടുത്ത് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം, ചിരിക്കാനുണ്ടാവും, ഷുവറാണ്. അതെ. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത്, അല്ലേ? പറഞ്ഞില്ല. അപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ട്. അതും പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലേ? മിസ്റ്റീരിയസ് ആയിട്ട് അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ. എങ്കിലും ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഗേൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേട്ടാ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. നമ്മുടെ സങ്കല്പത്തിൽ ഒരു കുട്ടി ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആയിരിക്കണം, ലൈക്ക് അതെന്താണ്? ആ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടീനെ കുറിച്ചൊന്ന് പറയാമോ? സങ്കല്പത്തിലുള്ള പെൺകുട്ടി മെയിനായിട്ട് ഒന്ന് മനസ്സിലാക്കണം, എന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ മേ ബി ഇപ്പോൾ എൻ്റെ പാഷൻ സിനിമയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ സിനിമയിൽ എത്തിപ്പെട്ടാൽ എനിക്ക് എന്തൊക്കെ തിരക്ക് വരും. ഇപ്പോൾ എല്ലാ പാർട്ട്ണറും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡ് ഞാൻ ചൂസ് ചെയ്തത് കൊണ്ട് ആ ഫീൽഡിൽ ഞാൻ എത്തിപ്പെട്ടാൽ എനിക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാദ്യം എൻ്റെ തിരക്കുകൾ മനസ്സിലാക്കണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നോടെല്ലാം ഷെയർ ചെയ്യണം. നമ്മളുടെ ഇടയിൽ വേറൊരു മീഡിയേറ്റർ വരരുത്, മൂന്നാമതൊരാൾ പാടില്ല. അതേപോലെ തന്നെ നമ്മളുടെ ഇടയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും തീർന്നിട്ടുണ്ടാവണം. പിന്നെ എൻ്റെ പാഷനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. എൻ്റെ പാഷനെ അവരുടെ പാഷനായിട്ട് കണ്ട് പറ്റാവുന്ന അത്രയും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ സൗന്ദര്യ സങ്കല്പങ്ങളോ അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. അതിൽ വീട്ടിലൊക്കെ പറയാറില്ലേ, എന്ത് ലൈക്ക് അറേഞ്ച്ഡ് മാരേജ് ആണ് ഇഷ്ടം? ഇപ്പൊ പറഞ്ഞ ഓടിക്കും. 19 വയസ്സായിട്ടുള്ളൂ. ഇപ്പൊ 19 ആയിട്ടുള്ളെങ്കിലും വീട്ടിൽ പറയല്ലോ, ഒന്നില്ലെങ്കിൽ ചെന്ന് ചാടരുത് എന്നൊക്കെ പറയില്ലേ? അത് പറയും. അപ്പൊ അവർക്കൊരു സങ്കല്പം കാണുമല്ലോ, മോനെ നേരെ കല്യാണം കഴിപ്പിച്ചിടുന്നതെല്ലാം നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം പാരന്റ്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കുറച്ചൊന്ന് അറിഞ്ഞ് അങ്ങനത്തെ മാരേജ് മാത്രമേ ഇപ്പൊ സക്സസ് ആവുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഏറെക്കുറെ അങ്ങനെയല്ലേ? ഇനി എന്തെങ്കിലും സീക്രട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സബ്സ്ക്രൈബേഴ്സിനോടോ ഫോളോവേഴ്സിനോടൊക്കെ? സീക്രട്ട് ഒന്നും പറയാനില്ല. എല്ലാവരോടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ താങ്ക് യു തന്നെ പറയാനുള്ളൂ. ഓക്കെ. നേരത്തെ പറഞ്ഞ കോൾ ചെയ്യാൻ പറ്റുമോ? പ്രാങ്ക് കോള്, വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കാര്യം അവർക്കതൊരു പ്രചോദനമാവുമല്ലോ. നമ്മള് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോളോ ചെയ്തിട്ട്. അത് ശരിയാണ്. അതെ. ബട്ട് അത് തപ്പി കണ്ടുപിടിക്കാൻ ടൈം എടുക്കും. കുഴപ്പമില്ല, ഫസ്റ്റ് ഇരിക്കുന്ന തന്നെ വിളിച്ചോളൂ. അല്ല, ഫസ്റ്റ് ഇരിക്കുന്നവർ അധികം മെസ്സേജ് അയച്ചിട്ടില്ല. ഇല്ലല്ലേ? എനിക്ക് കൂടുതലും വന്നിട്ടുള്ളത് റീൽസാണ്.
കാര്യം അവർ എടുക്കണം എന്നുമില്ല എങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൂടുതലും എനിക്ക് അയക്കുക ആരുടെയൊക്കെയോ റീൽസ് എനിക്ക് അയക്കും. ഓക്കെ. ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി വന്ന് കിടക്കുന്നത് ഫുള്ള് റീൽസാണ്. എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ അയച്ച റീൽസാണ്. നോക്കട്ടെ. ഓക്കെ. അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് നമുക്കൊരു ഇത്ര ഫാൻസ് നമ്മൾ ലൈക്ക് ഈ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന അങ്ങനെയൊന്നും ആരുമില്ല. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് ഫാനാണെന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ അയക്കുന്ന ആരുമില്ല. ഞാൻ എൻ്റെ നമ്പർ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. അത് കൊടുത്ത മേ ബി ചിലപ്പോൾ അയ്യോ എൻ്റെ ഒരു പയ്യനുണ്ട്, അവൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു തുണിക്കടയിലാണ്. അപ്പോൾ അവനും ഇതേപോലെ തുണിക്കടയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണ്. അതായത് ഏതെങ്കിലും തുണിക്കടയിൽ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവിടെ എന്നെ അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ആൾ എന്ത് ചെയ്യും, അവിടെയുള്ള ആളുകളോടൊക്കെ പറയും. അപ്പോൾ എനിക്ക് ചേട്ടാ ഒരു 100 രൂപ കുറച്ച് 200 രൂപ കുറച്ചാന്ന് ചോദിക്കാൻ പറ്റില്ല. അത് എടുക്കുകയാണെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ളത് എടുക്കാനും പറ്റില്ല. നമുക്ക് അവര് ഇപ്പോൾ ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അക്കൗണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം മാസം സമ്പാദ്യം 10 ലക്ഷമാണെന്നൊക്കെയാണ്. അപ്പോൾ അവർ ആദ്യം എടുത്ത് കാണിക്കുക 2000-ൻ്റെ 3000-ൻ്റെ. നമുക്ക് എടുക്കുന്ന ടൈമോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവരത് എടുത്ത് കാണിക്കുള്ളൂ. പിന്നെ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഇനിയിപ്പോൾ അത് കുറച്ചിലായല്ലോ, എന്തായാലും എന്നെ ഇത്രയൊക്കെ ഹൈയിൽ വിചാരിച്ച് വെച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാവും. നമ്മൾ ഇൻകം ചോദിച്ചില്ല കേട്ടോ, അത് പറയാൻ എല്ലാവർക്കും ഒരു മടിയാണ്. എങ്കിലും ഏകദേശം ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റവന്യൂ ഒരു 1 ലാഖിൻ്റെ അടുത്തുണ്ടാവും. 1 ലാഖിൻ്റെ അടുത്തുണ്ട്. അയ്യോ ഇനി ഇതും തുണിക്കടക്കാർ കാണും. പിന്നെ ഒട്ടും കുറച്ചില്ല, കുറച്ചില്ല. ഇനി അലൻസോളി മാത്രമേ കിട്ടുള്ളൂ എനിക്ക്. ഓക്കെ. അപ്പം എന്തായാലും ഇത്രയും തിരക്കിനിടയിൽ ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണല്ലേ. കാര്യം നമ്മുടെ 15 സെക്കൻഡ് റീലാണല്ലോ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സോ അത്രയും തിരക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോ സോങ് ഒക്കെ ഇറങ്ങിയ ടൈമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിനിടയിലും ഇവിടെ വന്ന് നമ്മളോടൊപ്പം ഇരുന്ന് അത്യാവശ്യം വേണ്ട സബ്സ്ക്രൈബേഴ്സിന് അറിയേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഫോളോവേഴ്സിന് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തന്ന നമ്മുടെ സ്വന്തം റോബിൻ മോനുവിന് എന്താണ് താങ്ക് യു നന്ദി അറിയിച്ചുള്ളതാണ്. താങ്ക് യു.